വല്ലിച്ച ഒത്തിരി സന്തോഷം ഇവിടെ എത്തിയതിൽ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഡൽഹൌസി എന്ന് പറയുന്ന സ്ഥലം. ഒത്തിരിയേറെ ചരിത്രം, പ്രത്യേകിച്ച് നമ്മുടെ കപ്പൂച്ചിൻ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ വല്യച്ഛൻ ഈ സ്ഥലത്തെക്കുറിച്ച് എന്നോടൊരു ചെറിയൊരു വിവരണം കൂടിയാണെന്നുള്ളതായിരിക്കും. ഡൽഹൌസി എന്ന് പറഞ്ഞത് മുമ്പ് രാജാവിൻ്റെ ഇവിടുത്തെ നാട്ടുരാജാവിൻ്റെ നായാട്ടിന് വരുന്ന സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് അവരുടെ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് വിശ്രമത്തിനും ചിലപ്പം രോഗികളായിട്ടുള്ളവർക്കൂടെ വന്ന് വിശ്രമിക്കാനും, അപ്പോൾ അവർക്ക് ഇംഗ്ലണ്ടിൽ പോകുക എന്നുള്ളത് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഗൗരവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിവിടെ വന്ന് ഇംഗ്ലണ്ടിലെ പോലെ ജീവിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് രോഗികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ താഴെ പഞ്ചാബിലെ ഭയങ്കര ചൂടായിരിക്കും സമ്മറിൽ, അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ ടൗൺഷിപ്പ് ഹിൽ സ്റ്റേഷനിൽ ഉണ്ടാക്കി, തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് അജപാലന ശുശ്രൂഷയ്ക്കായിട്ട് വന്നതാണ് ബെൽജിയം കപ്പൂച്ചിൻസ്. ഇവിടെ അത്യാവശ്യം ആളുകളായപ്പോൾ അവരിവിടെ വന്നു. 1870-കളിലാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അവിടെ താഴെ ഒരു കന്റോൺമെൻ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് അവർ ആദ്യം തുടങ്ങിയത്. അതിനുശേഷം അവർ അവിടെ തിയോളജി പഠിക്കുന്നവരൊക്കെ ബ്രദേഴ്സ് വന്നിരുന്നു. അവരവിടെ ഉറുദു പഠിച്ചു, അവർ ഇവിടുത്തെ ഹിന്ദി, പഞ്ചാബി അങ്ങനെയുള്ള ഭാഷകൾ പഠിച്ചു, ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെ അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അനുരഞ്ജനപ്പെട്ടു. അങ്ങനെ അവർ പിന്നെ ഇവിടുന്ന് അന്നത്തെ ഇന്ത്യയുടെ ഭാഗം തന്നെ, ബ്രിട്ടീഷിൻ്റെ എംപയറിൻ്റെ ഭാഗം, അപ്പോൾ അവർ ഇപ്പം പാകിസ്ഥാനായിട്ടുള്ള ലാഹോർ, പിന്നെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ അമൃത്സർ, ഫിറോസ്പൂർ, ഇവിടെയൊക്കെ ഇവിടുന്നാണ് ഇവർ ഇവിടെ പഠനത്തിന് ശേഷം സൗത്തിലേക്ക് പിന്നീടാണ് പോയത്. ഇവിടെ വന്ന ബെൽജിയം കപ്പൂച്ചിൻസ് ഒക്കെ ഈ ഭാഗത്താണ്, ഈ പഞ്ചാബ് ഏരിയ ആണ് അവർക്ക് മിഷൻ പ്രവർത്തനം. ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിൽ പോലും ഫാനില്ല, അപ്പം അത്രയും ചൂടുള്ളൂ ഇവിടെ സമ്മറിൽ പോലും. പിന്നെ മഞ്ഞ് വീഴ്ച ഇവിടെ ഭയങ്കര, പണ്ട് കാലത്തൊക്കെ ഒരുപാട് മഞ്ഞ് വീണ്ടിരുന്നു. അപ്പം നമ്മുടെ മേൽക്കൂരയുടെ ഏകദേശം അടുത്ത് വരെ എത്തുമായിരുന്നു. അപ്പോൾ 6 പൊക്കത്തിൽ വരുമായിരുന്നു. ഇപ്പം അത്ര ഇല്ല. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ വേറെ 1 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. മിക്ക വർഷം തന്നെ ഇവിടെ എല്ലാ കൊല്ലവും തന്നെ ഏകദേശം ഏത് മാസത്തിലാണ് ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം മാസത്തിലാണ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദേൻകുണ്ട്, കജിയാർ എന്നുള്ള ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ 1-2 മാസത്തേക്ക് മഞ്ഞുണ്ടാവും. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നവരെല്ലാവരും തന്നെ ഈ പള്ളിയിൽ കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഈ ടൂറിസ്റ്റിന്റെ ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്നൊരു സ്ഥലമാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, സുഭാഷ് ചോക്ക്. അപ്പം ഇവിടെ പലരും ഇവിടെ വരാറുണ്ട്. പിന്നെ പല ദേശങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരു ദേവാലയം കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഇന്നലെ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടു, ഇങ്ങനെ ഒരു പേരൻസ് പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരും, നമുക്കിവിടെ പ്രാർത്ഥിച്ച് സമാധാനം കിട്ടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ എനിക്ക് ഒത്തിരി അങ്ങനെ ആൾക്കാർ. പിന്നെ പലരും ഇവിടെ വന്ന് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പേപ്പറിൽ എഴുതി അവിടെ പലരും എഴുതിയിട്ടുണ്ട്. ചിലർ എഴുതിയിട്ടുണ്ട്, ഞങ്ങളോട് വന്ന് ഇവിടെ നിയോഗം ഇട്ടിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് നടന്നു, ഇനി ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട് പലരും. അപ്പോൾ ഇത് ഒത്തിരി നന്ദി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ സെന്ററിനെ കുറിച്ച്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വരണമെന്നുള്ളത്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണല്ലോ. നമ്മൾ ഏകദേശം 100 കിലോമീറ്ററോളം താഴെ നിന്ന് പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ട് 80 കിലോമീറ്റർ ഉണ്ട് പട്ടാൻകോട്ട് നിന്ന്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരുപാട് വൈൻഡിങ് റോഡുകളാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാം നല്ല മനോഹരമായ മരങ്ങളാണ് ഇവിടുത്തേത്. ദേവദാരു എന്നൊക്കെ പറയല്ലേ, സൈപ്രസ്, ആ മരങ്ങളാണ്. ഈ മരങ്ങൾ കൊണ്ടാണ് ശരിക്കും ജെറുസലേം ടെമ്പിളൊക്കെ പണിതിരിക്കുന്നത്. ജെറുസലേം ദേവാലയം വളരെ മനോഹരമായിട്ടുള്ള മരങ്ങളാണ്. ഈ മരങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിവിടുത്തെ ഡൽഹൌസിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇവിടെ വന്നിട്ടാണ്, ഇത് പള്ളിയുടെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഇതെല്ലാം വളരെ വലിയ മരങ്ങളാണ്, ദേവദാരു മരങ്ങൾ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നമ്മളിവിടെ വന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ളൊരു ബ്യൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ താഴോട്ട് നമ്മൾ പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഒന്ന് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു
ഒരു നല്ല രസമല്ലേ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെയാണെങ്കിലും. അച്ഛന്മാരുടെ ആശ്രമമാണ്, അൽവേർണ ആശ്രമം എന്നാണ് പറയുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് നമുക്കറിയാമല്ലോ, അദ്ദേഹം മലയുടെ മുകളിലുള്ള ഒരു പള്ളിയിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സെൻറ്ററും മലയുടെ മുകളിലായിട്ട് നല്ല ഒരു ശാന്തതയുള്ളൊരു സ്ഥലമാണിത്. ഇത് നമ്മുടെ ഹൗസിലേക്ക് വരുന്ന ഒരു വഴിയാണ്. വളരെ നല്ല രസമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാമല്ലോ. നല്ല രസമല്ലേ ഇത് കാണാൻ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കല്ലുകൊണ്ടുള്ള ഈ ചുമരുകൾ നല്ലതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇത് സിമെൻറ്റുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സെൻറ്റ് ക്ലെയറിൻ്റെ ഫോട്ടോയും ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സമാധാന പ്രാർത്ഥന ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്നവരൊക്കെ ഇത് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഇത് വിശുദ്ധ ക്ലാരയുടെ ഒരു രൂപമാണ്. ഇത് ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ ഡൽഹൗസിയിലെ പള്ളി. വളരെ മനോഹരമായിട്ട് പള്ളി. നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് കയറാവേ. ഇവിടെ ഒത്തിരി പേര് ഇവിടെ വരുന്നവർ ഇതിനകത്ത് കയറി പ്രാർത്ഥിച്ച് പോകാറുണ്ട്, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ. ആയിരത്തി 1800-കളിൽ പണിത പള്ളിയാണിത്, ബെൽജിയം കപ്പൂച്ചിൻസ്. അതുപോലെ ഇതിൻ്റെ പണികളെല്ലാം തന്നെ ബ്രദേഴ്സും അച്ഛന്മാരും കൂടെ ചെയ്തതാണെന്നാണ് പറയുന്നത്, ഇതിൻ്റെ കൊത്തുപണികളൊക്കെ. ഇതെല്ലാം അതേപടി നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. സെൻറ്റ് ഫ്രാൻസിസിൻ്റെ സ്റ്റാച്യു ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സീലിങ്ങുകൾ, പിന്നെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇൻറ്റൻഷൻസ് എഴുതിയിടാനായിട്ടുള്ളൊരു ബോക്സ് എല്ലാം ഇവിടെയുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചെറിയ തിരുസ്വരൂപമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണി ഉണ്ട് അവിടെ. പണ്ട് കൊയറൊക്കെ ഇരുന്നാണ് പണ്ട് അച്ഛന്മാരും പ്രദേശമൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ദേവദാരു കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ